ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചിത്തിര. അപ്പോൾ ഇതാ അച്ഛൻ പതിവ് പോലെ വിളക്കൊക്കെ കത്തിച്ച് അമ്പലത്തിൽ പോയിരിക്കുകയാണ്. ഞാനും അതുപോലെ തന്നെ വേഗം കുളിച്ച് റെഡിയായി വന്ന് പൂക്കളം ഇടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നേ. ഉള്ള പൂക്കളൊക്കെ വെച്ചിട്ടുള്ളൊരു പൂക്കളം അത്ര തന്നെ. നമ്മളുടെ വീട്ടിൽ എന്നും മുടങ്ങാതെ ഉണ്ടാവാറുള്ളൊരു പൂവാണ് നമ്മുടെ കോളാമ്പിപ്പൂ. ഇതിങ്ങനെ മഴയായാലും വെയിലായാലും ഉണ്ടാകും. ഒരെണ്ണമെങ്കിലും ഉണ്ടാവാതിരിക്കില്ല. വളർന്ന് വളർന്ന് വീടിൻ്റെ മേള് വരെയായി. അങ്ങനെ എനിക്ക് ഇത്തിരി ആവശ്യത്തിനുള്ള പൂക്കളൊക്കെ കിട്ടി കേട്ടോ. അതൊക്കെ വെച്ചിട്ടുള്ളൊരു പൂക്കളം ഇടാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ അച്ഛൻ എനിക്ക് അമ്പലത്തിൽ നിന്ന് വന്നപ്പോഴത്തേക്കും ചുവപ്പ് ചെമ്പരത്തിപ്പൂ കൊണ്ട് തന്നു. മോളെ ഇതും കൂടി ഇടന്ന് പറഞ്ഞു. അപ്പം ഞാനെന്താ അതും കൂടി ഇട്ട്. അപ്പം അതും കൂടി ഇട്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് അതിന് കുറച്ചും കൂടി ഭംഗി കൂടിയ പോലെ തോന്നി കേട്ടോ. അങ്ങനെ ആ പൂക്കളൊക്കെ ഇട്ട് നേരെ അടുക്കളയിലോട്ട് കയറി. ഇന്ന് വെള്ളയപ്പത്തിൻ്റെ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റെഡിയായി. അതിൻ്റെ ഇടക്ക് ചായയൊക്കെ എടുത്തു. പിന്നെ ആ സമയത്ത് ശങ്കരി ശ്രീജു എണീറ്റിട്ടുണ്ടായിരുന്നു. ഇന്ന് ഓണ സെലിബ്രേഷനാണ്. അപ്പോൾ അതിന് റെഡിയാക്കണം. അതിന് വേണ്ടിയുള്ള വേഗം വേഗം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എണീറ്റ് വന്ന് ഞാനിട്ട പൂക്കളത്തിൻ്റെ ഷേപ്പ് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ആളൊന്നും കൂടി റെഡിയാക്കുവാണ് കേട്ടോ. അങ്ങനെ ആ സമയത്ത് ഞാൻ ശങ്കരിയെ വേഗം കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു ഗ്രീൻ ഷെയ്ഡ് വരുന്ന ഒരു പട്ടുപാവാട. അതിൽ ഞാനൊരു ഗ്രീൻ ചോക്കർ ഇട്ട് കൊടുത്തു. പിന്നെ അതിന് പറ്റിയ ബാംഗിൾസൊക്കെ ഇട്ട് റെഡിയാക്കി. ഒരു ദുപ്പട്ട കൂടി വരുന്നുണ്ട്. ആ ദുപ്പട്ട കൂടി ഇട്ടപ്പോഴത്തേക്കും ഞാൻ സുന്ദരിയായി. അപ്പം അതൊക്കെ ഇട്ട് കൊടുത്തു. എല്ലാ ക്ലാസ്സിനും ഓരോ പൂവിന് ഓരോ കളർ കോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ക്ലാസ്സിൽ മഞ്ഞയായിരുന്നു വേണ്ടത്. അപ്പോൾ ഞങ്ങൾ മഞ്ഞ ജമന്തിയാണ് വാങ്ങിച്ച് കൊടുത്തു വിട്ടത്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി സെറ്റ് ചെയ്ത് ബാഗിൽ എല്ലാം വെച്ച് ആളിതാ സുന്ദരിയായിട്ട് ഇതാ വീഡിയോയ്ക്ക് പോസ് ചെയ്ത് തരുവാണേ. അങ്ങനെ എനിക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് പോയി. നേരിയ മഴയുണ്ടായിരുന്നു. ഇന്നൊരു മഴ, ഒരു മൂടിയ ഒരു അന്തരീക്ഷമായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം അങ്ങനെ മുറ്റത്തൊക്കെ നിന്ന്. പിന്നെ ദാ ശ്രീജു ശങ്കരിയാക്കിയിട്ട് വന്നായിരുന്നു അപ്പോഴത്തേക്കും. പിന്നെ ഉടനെ തന്നെ വെള്ളയപ്പമൊക്കെ എടുത്തിട്ട്, വെള്ളയപ്പം കടലക്കറി ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ രണ്ടുപേരും കൂടി അങ്ങനെ ഇരുന്ന് കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.